അപ്പോൾ ഈ ആൺകുട്ടികൾ താമസിക്കുന്ന ആ ഹാള് അതിങ്ങനെ നിരത്തി പായിട്ട് ഓരോ തോരിങ്ങനെ അടുങ്ങി കിടക്കുക. അപ്പോൾ അവിടെ ഇച്ചിരി എന്തെങ്കിലും അപ്പനോ അമ്മയോ ആരെങ്കിലും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ളവരൊക്കെ ഒരു ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവരും. നമുക്ക് ബെഡ്ഷീറ്റ് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നേരം അവർ ഇച്ചിരി കീറിയതൊക്കെ ഉള്ളത് അനാഥശാലയും തരുമായിരുന്നു. അങ്ങനെ ഒരെണ്ണം എനിക്കുണ്ടായിരുന്നു. അതൊരു വലിയ റോസപ്പൂവായിരുന്നു അതിൻ്റെ നടുക്ക്. അതിൻ്റെ ആ റോസപ്പൂവിൻ്റെ താഴെ തണ്ടിരിക്കുന്ന പാവം വട്ടം കീറിപ്പോയതായിരുന്നു. അപ്പോൾ അടിയിലേക്ക് ചെല്ലുമ്പോൾ കീറിയിട്ടൊരു മാക്സി പോലെ അതിങ്ങനെ വിടർന്ന് കിടക്കും. അപ്പോൾ ഇതിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴേക്കും ഈ ചേട്ടന്മാരും ഒക്കെ കിടക്കുന്ന ഇവിടെ. ഈ രാജേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ 22-23 വയസ്സുണ്ട് പ്രായം. അന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് നമ്മൾ അയാളെക്കുറിച്ച് ഓർക്കുമ്പം അയാൾക്ക് അന്ന് ആ പ്രായം ഉണ്ടെന്നാണ്. പിന്നെ ഒരു ജോസേട്ടനുണ്ട്. അവിടെയൊക്കെ വിളിക്കുന്നത് രാജേട്ടൻ, ജോസേട്ടൻ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ രാജേട്ടൻ നന്നായി കറുത്തിട്ടാണ്. അപ്പോൾ പുള്ളീനെ ഏതോ ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് ഈ അമ്മച്ചിക്ക്. അപ്പം അമ്മച്ചി തല്ലുന്നതിനും നമുക്കൊരു കാരണം കാണാം. ഈ വികൃതികളായ 120 പിള്ളേരെ വഹിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടും ഒക്കെ ആയിരിക്കാം എന്തോ. പക്ഷേ എനിക്ക് കിട്ടിയതിനകത്ത് ഈ അക്കൗണ്ടൊന്നുമില്ല. അമ്മച്ചി ഫ്രസ്ട്രേറ്റഡ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ 8 വയസ്സുള്ള കുട്ടിക്ക്. പക്ഷെ അത് വളരെ ക്രൂരമായിരുന്നു. അതൊരിക്കലല്ല, പല വട്ടം. അപ്പോൾ ഈ രാജേട്ടൻ പറയുന്നത്, രാജേട്ടനെയാണ് അമ്മച്ചി ഈ ആൺകുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അധികം ചിരിക്കാത്ത ഒരു ജോസേട്ടനുണ്ടായിരുന്നു. പുള്ളി വെളുത്തിട്ടായിരുന്നു. പക്ഷേ അയാളുടെ മുഖത്ത് ഭയങ്കര ക്രൂരമായൊരു ഭാവമായിരുന്നു. ഈ രാജേട്ടൻ പക്ഷേ ഒരു ദുഷ്ടനൊന്നും ആയിരുന്നില്ല. അയാളാകെ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഞാൻ സുന്ദരനല്ലേ എന്ന്. അപ്പോൾ സുന്ദരനല്ല എന്ന് പറഞ്ഞാൽ ഇടിവെച്ച് തരും. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി സുന്ദരനാണെന്നല്ലേ പറയുള്ളൂ. എല്ലാവർക്കും അറിയാം പുള്ളിയോട് സുന്ദരനാണെന്നേ പറയാൻ. രാജേട്ടൻ പറയുന്നത് ഈ അമ്മച്ചിയുടെ സ്ഥാപനത്തിൽ നിന്ന് റെഗുലറായിട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കുട്ടികളെ ദത്തെടുത്ത് പോകുമായിരുന്നു. ഈ ദത്തെടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ അവരിങ്ങ് വരും, അവർ സെലക്ട് ചെയ്യുക. നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ മേടിക്കാൻ പോയല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്ന കുട്ടിയാണെന്ന് നേരത്തെ അറിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ വന്നെടുക്കൂ. നമുക്ക് ഏത് കുട്ടിയെ പോലും സ്വീകരിക്കാൻ കുട്ടികളില്ലാത്തവർ തയ്യാറാവുമല്ലോ. ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു മാനദണ്ഡമായിരുന്നില്ല. വന്നിട്ടിങ്ങനെ നിരത്തി നിർത്തും. എന്നിട്ട് ഇവനെ മതി, ഇവളെ മതി എന്ന് ഈ കുഞ്ഞു കൊച്ചുങ്ങളിങ്ങനെ നിരത്തി കിടത്തുക ആ വലിയ ഹാളിൽ. അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രാജേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് പല അവസരങ്ങളും കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ഈ അമ്മച്ചി കാരണമാണ് എന്നെ ആരും ദത്തെടുത്തുകൊണ്ട് പോകാത്തതെന്ന് വൈരാഗി. 22-23 വയസ്സ് വരെ അവിടെ താമസിക്കേണ്ടി വന്നതിൻ്റെ ഉത്തരവാദി ഈ അമ്മച്ചിയാണെന്ന പരാതി നമ്മുടെ രാജേട്ടനുണ്ടായിരുന്നു. ജോസേട്ടൻ ആരോടും ഒന്നും മിണ്ടുന്ന ആളായിരുന്നില്ല. പിന്നെ വേറെ ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ, ഈ 18 കഴിഞ്ഞവരെ. പക്ഷെ അവരെ ഒന്നും അങ്ങനെ മനസ്സിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഓർമ്മ എനിക്കില്ല. അത് വിട്ടുപോയിട്ടുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ നമ്മൾ കണ്ടതോ ഒക്കെ ഉണ്ടെങ്കിലല്ലേ ആളുകൾ നമ്മൾ 8 വയസ്സിലൊക്കെ നമ്മൾ ഓർത്തിരിക്കാനായിട്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് അവിടെ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. അവിടെ വെറുതെ ഇങ്ങനെ സ്കൂളിൽ പോയി തിരിച്ച് വന്ന് എൻജോയ് ചെയ്ത് കളിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നല്ല ഉഷാറാകും. എനിക്കന്ന് സ്കൂളിൽ പോകാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് മെയിനായിട്ട് ഭക്ഷണം അവിടെ ഉപ്പുമാവുണ്ട്. അക്കാലത്താണ് ഈ ഉച്ചഭക്ഷണ സ്കൂളുകളിൽ ആരംഭിക്കുന്നത്. ശരിക്കും ജനറലൈസ് ചെയ്തിട്ടില്ല. ഏതോ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റിങ്ങിനെന്ന പോലെ എല്ലാ ജില്ലകളിലും ചില സ്കൂളുകളെ തിരഞ്ഞെടുത്ത് അവിടെ ഉച്ചഭക്ഷണം തയ്യാറാക്കി അതെങ്ങനെയുണ്ടെന്നറിയാൻ ആ കാലത്തെ, എനിക്കറിയില്ല കേട്ടോ ഏത് പാർട്ടിയാണ് ഭരണം, അതുകൊണ്ട് അത് പറഞ്ഞേക്കരുത്. ടെസ്റ്റിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സ്കൂൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ സഭയുടെ സ്കൂളായിരുന്നു. അപ്പോൾ അന്നേരം അവിടെ മിക്കവാറും ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉപ്പുമാവാണ് കിട്ടുന്നത്. പക്ഷെ നല്ല രുചിയായിരുന്നു. ആ ഉപ്പുമാവ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഉപ്പുമാവ്. ഇപ്പോൾ ഒന്നും അത് കിട്ടാറില്ല. ഉപ്പുമാവ് എന്ന് പറയുന്നത് ഗോതമ്പ് പുഴുങ്ങി ചോറാക്കി എടുത്തിട്ട് അത് വലിയ ഉരുളിയിൽ കറിവേപ്പിലയും ഉള്ളിയും വത്തലമുളകും ഒക്കെ കീറി മുറിച്ചിട്ട് മൂപ്പിച്ചിട്ട് അതിനകത്ത് ഈ ഗോതമ്പ് പുഴുങ്ങിയെടുത്തത് അതിനകത്തിട്ട് ഇളക്കി ഉപ്പൊക്കെ വിതറി നല്ല രുചിയാണ്. അപ്പോൾ ഈ സ്കൂളിൽ അനാഥശാലയിൽ നിന്നല്ലാത്തവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ അനാഥശാലയിൽ നിന്നുള്ളവർക്ക് ലാസ്റ്റേ പോയി മേടിക്കാൻ പറ്റത്തുള്ളൂ. 3 ഇടത്തായിട്ടാണ് വിളമ്പുന്നത് പല ക്ലാസ്സുകളിലെ പിള്ളേർ. അപ്പോൾ അനാഥശാലയിൽ നിന്ന് വരുന്നവർ നല്ല വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് അവർ മേടിക്കുന്നുണ്ടെങ്കിൽ ചിലർക്ക് മിക്കവരും കൊണ്ടുവരും. അത് അവിടെ നിന്ന് കഴിക്കണമെന്ന് പലർക്കും പേരൻസ് അത് താല്പര്യമില്ലാത്തതാണ്. ഇനി കഴിക്കുന്നവരുണ്ടെങ്കിൽ അനാഥശാലയിൽ നിന്നുള്ളവർ ഏറ്റവും അവസാനം. അത് വലിയൊരു
ട്രോമയൊന്നും എന്നിൽ സൃഷ്ടിച്ചിട്ടില്ല. ഭക്ഷണം കിട്ടുക എന്നുള്ളത് നമുക്ക് പ്രധാനമുള്ള, അവസാനമായെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ആദ്യം കിട്ടിയ പെട്ടെന്ന് വയറ് നിറയ്ക്കാം. അപ്പോൾ അതെന്നെ മുറിവേൽപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു മുറിവേൽപ്പിച്ചിട്ടില്ല. പിന്നെ ഈ ശീലമാണല്ലോ, നമുക്ക് അവസാനമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഭക്ഷണം ഉച്ചയ്ക്ക് കിട്ടുമ്പോൾ ഞാൻ മിക്കവാറും ഒരിച്ചിരി എൻ്റെ പാത്രത്തിൽ ചോറ്റുപാത്രമായിട്ടാണ് പോകുന്നത്. അത് അനാഥാലയം നമുക്ക് തന്നിട്ടുണ്ടോ അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രം. അങ്ങനെ ആകുമ്പോഴേക്കും വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നമുക്ക് പണിയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പണികളെന്ന് പറഞ്ഞാൽ ബിന്ദുവിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ബിന്ദു ചെറുതല്ലേ, ബിന്ദു അവരുടെ ഈ അനാഥാലയത്തിലേക്ക് കയറി വരുന്ന മൊന്തളത്തിൻ്റെ ഹാള് കഴിഞ്ഞ് നമ്മൾ കെട്ടിടത്തിൻ്റെ എൻഡിങ്ങിൽ വലതുവശത്താണെങ്കിൽ ഇങ്ങനെ മൊയിലും കൂടുകളുണ്ട്. അതേ ഭിത്തിയിൽ തന്നെ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന ഒത്തിരി മൊയിലും കൂടുകൾ നീളത്തിൽ, ഇത്രയും വലിയ നീളത്തിലുള്ള കെട്ടിടത്തിൻ്റെ നീളത്തിൽ മൊയിലും കൂടുകളുണ്ട്. ഒരു സൈഡ് മൊത്തവും ആട്ടിൻ കൂടുകളുണ്ട്. ബിന്ദുവിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ആട്ടിൻ കാട്ടവും മൊയിലും കാട്ടവും ഒക്കെ പെറുക്കി ചെറിയ കൊട്ടകളിൽ, ഇങ്ങനെ കോറുകൊട്ടയുടെ ചെറിയ മിനി വെർഷൻ ഉണ്ടായിരുന്നു. കോറുകൊട്ട എന്ന് പറഞ്ഞാൽ ഈ നെല്ലൊക്കെ മധ്യ തിരുവിതാംകൂറിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലിങ്ങനെ പദം വിളക്കാൻ വേണ്ടി ഇട്ട് വന്നല വീശിക്കളയാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അറ്റം കൂർത്തിരിക്കുന്ന കൊട്ടയാണ് ഈ കോറുകൊട്ട. അപ്പോൾ ഈ കോറുകൊട്ടയുടെ ഒരു മിനി വെർഷൻ ഉണ്ട്. അതിനകത്ത് ഈ ആട്ടിൻകാട്ടങ്ങൾ പെറുക്കിയെടുക്കണം. 5-6 കൂടുതൽ ഒന്നിച്ച് വാരിയെടുക്കാനുള്ള റൈറ്റില്ല കുട്ടികൾക്ക്, പെറുക്കിയെടുക്കാവുള്ളൂ. ഈ പെറുക്കിയെടുത്തിട്ട് ആ തെങ്ങുകളുടെ ചോട്ടിലോ ഇല്ലെങ്കിൽ ഈ ആൺകുട്ടികൾ താമസിക്കുന്ന ബിൽഡിങ് കഴിഞ്ഞുള്ള മൊത്തം പാടവും അമ്മച്ചിയുടെ ആ പാടം കഴിഞ്ഞിട്ട് ഒരു വലിയ തൊടിയുണ്ട്, അവിടെ ഒരു തെങ്ങ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ആ പറമ്പ് കടന്നങ്ങ് ചെല്ലുമ്പോഴേക്കും ഈ കണ്ടത്തോട് ചേർന്ന് ഈ തെങ്ങുംതോപ്പിൻ്റെ ഒരു ഓരം പറ്റിയ ഒരു വലിയ മോട്ടോർ വരയുണ്ട്. മോട്ടോർ വര എന്ന് പറഞ്ഞാൽ ചെറിയ പൈപ്പിൽ വെള്ളം വരുന്നതല്ല കേട്ടോ, പറമ്പൊക്കെ നനയ്ക്കുകയും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു ആ കാലത്ത്. വലിയൊരു കുളവുണ്ട്. അതിൽ നിന്ന് ഈ വെള്ളം അടിച്ചു വിടുന്ന ഇത്രയും മുഴുപ്പിലാണ് വെള്ളം പോകുന്നത്, അത്രയും വലിയൊരു ഒരു പൈപ്പിൽ നിന്നാണ്. അപ്പോൾ അത് അവിടെ പോയി കുളിച്ച് കളിക്കാനായിട്ടൊന്നുമല്ല, അതിനൊരു അവസരം ഇത് കഴിഞ്ഞ് ഞാൻ പറയാം. അതൊരു എൻജോയ്മെൻ്റ് ഉണ്ട് അവിടെ. ഈ ബിന്ദുവിന് ഈ ആട്ടുംകാട്ടവും മൊയിലും കാട്ടവും പെറുക്കണം. ലാലിക്ക് ഈ പശുവിൻ്റെ ചാണകം വാരി ഈ പശുവിനെ പുറത്തിറക്കി കെട്ടുന്നത് അവരുടെ ആ തൊടിയിൽ തന്നെ, തൊഴുത്ത് വലതുവശത്തുണ്ട്, അതിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ എന്താ പറയുക ഒരു തോടൊഴുകുന്നുണ്ട്. ആ തോടിനപ്പുറത്താണ് ഈ ലക്ഷറി ക്വാർട്ടറിലെ ആളുകൾ താമസിക്കുന്നത്. അതിനൊരു മതിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറമ്പിലുള്ള തെങ്ങിൻ ചോട്ടിലിട്ട് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ കെട്ടിടം കഴിഞ്ഞുള്ള ഏക്കർ കണക്കിന് വരുന്ന ആ തോപ്പിലും കൊണ്ടുപോയി ഇടുന്ന ജോലിയാണ് ലാലിയും വേറെ കുട്ടികളും ചെയ്യുന്നത്. എനിക്കും സാലുവിനും ഈ രാജേട്ടൻ്റെ കൂട്ടത്തിൽ 10ഓളം വരുന്ന പശുക്കളുടെ ഒന്ന് പുൽക്കൂട് വൃത്തിയാക്കണം. ഈ പശു മൊത്തം പുല്ലും തിന്നില്ലെങ്കിൽ അതൊക്കെ വാരി ചാണാക്കുഴിയിലിടണം. അതെന്തിനാ അങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചാൽ, ചാണാക്കുഴിയിലേക്ക് ഈ പുല്ലിൻ്റെ മിച്ചമൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ചാണകം വിൽക്കാനുള്ളതാണ്. അവരുടെ പറമ്പിലെ ആവശ്യം കഴിഞ്ഞാൽ ലോറിക്ക് വന്ന് കൊണ്ടുപോകും. ലോറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ വലിയ ലോറിയല്ല, ചെറിയ ലോറി. അപ്പോൾ അതും കൂടി ചാണകമായി മാറും. അപ്പോൾ നമുക്ക് പൈസ അമ്മച്ചിക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അത് വൃത്തിയാക്കണം. 2, ഈ തൊഴുത്തിലെ ചാണകം മുഴുവനും നമ്മൾ ചാണാക്കുഴിയിലേക്ക് ആക്കണം. അപ്പോൾ അതിനൊരു കൈക്കോട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കൈക്കോട്ടെന്ന് പറഞ്ഞാൽ ഈ തൂമ്പായുടെ ഒരു മിനി വെർഷനാണ്. ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. ഈ സിമെൻറ്റും മണലും ഒക്കെ കൂടാനായിട്ട് വാർക്കയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള അത് ഒരെണ്ണം ആ തൊഴുത്തിലുള്ളൂ. അത് രാജേട്ടൻ എടുക്കും. അപ്പോൾ പിന്നെ 8 വയസ്സുള്ള ഞാൻ ഈ കൈ കൊണ്ട് വാരിയാണ് കൊണ്ടുപോയിടുന്നത്. അപ്പോൾ ഈ കൈ കൊണ്ട് വാരി കൊണ്ടുപോയിടുമ്പോഴേക്കും ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ഇങ്ങനെ കൈവിരലുകളെല്ലാം ചേർന്നിരിക്കണം. അതൊക്കെ അതിന് ട്രെയിനിങ് ഉണ്ട്, അതിന് എങ്ങനെയാണ് വാരേണ്ടത്. അതിങ്ങനെ വാരി നിറച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. കൈക്കോട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ ചൂട് എളുപ്പത്തിൽ ചെയ്യാം. എന്താണെങ്കിലും ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ജോലി എൻ്റേത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞേച്ച് കൈയൊക്കെ കഴുകിയേച്ച് നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പം അവിടുത്തെ ആ വിളമ്പി കൊടുക്കുന്ന പുള്ളിക്കാരത്തി നല്ല സ്നേഹമുള്ളൊരു സ്ത്രീയായിരുന്നു. എല്ലാ ദിവസവും എനിക്കൊരു ഇച്ചിരി തരുമായിരുന്നു. എൻ്റെ പാത്രം നിറച്ചും തന്നുപിടിയാലും ഉപ്പുമാവ് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് മാത്രം അവർ ഇച്ചിരി തരും, എല്ലാവരും കഴിഞ്ഞ് കഴിയുമ്പോൾ. അതുകൊണ്ട് വന്നത് ഞാൻ ബിന്ദുവിനും കൊടുത്ത് വൈകുന്നേരം ഈ പണികളെല്ലാം കഴിയുമ്പോൾ അവൾക്കും കൊടുത്ത് കഴിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വൈകുന്നേരം ഗോതമ്പ് കഞ്ഞിയുടെ ഈ പുഴുക്കളൊക്കെ കാണുമ്പോഴേക്കുള്ളൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അറപ്പൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഒരു അതൃപ്തി ഉണ്ടല്ലോ നമുക്ക്. ഇങ്ങനെ നല്ല ഭക്ഷണമല്ലേ ഈ ഗോതമ്പിൻ്റെ ഉപ്മാവ് എന്ന് പറയുമ്പോൾ നല്ലതാണ്. അതിൻ്റെ രുചി പിന്നെയും കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. ആ ഭക്ഷണം ഞാൻ അവിടെ ജീവിച്ച ഒരു കാലത്തും ഈ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലെ ആ ഭക്ഷണം നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതൊരു നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു. ഭയങ്കര സന്തോഷം അതിനെ ഓർത്തും. അത് വൈകുന്നേരം ആ കൊണ്ടുവരുന്ന ബിന്ദുവിനും കൊടുത്ത്
ഞാനും കഴിക്കുമായിരുന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ റെഗുലർ ജോലി നമുക്ക് ഓരോരുത്തർക്കും എല്ലാ ദിവസവും വൈകുന്നേരം ഉള്ളതുണ്ട്. അതെല്ലാ പിള്ളേർക്കും ഉണ്ട്. വേറെ ചില പിള്ളേർക്ക് പറമ്പില്ല പണി. അവർ തെങ്ങിൻ തോപ്പിൽ വൃത്തിയാക്കുക, ചകിരി കൊണ്ടുപോയി നിരത്തുക. അപ്പോൾ ആ കാലത്ത് ഈ ചകിരി കൊണ്ടുപോയി കിളച്ച തെങ്ങിൻ്റെ അടുത്ത് കമഴ്ത്തി വെക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ വെള്ളം അവിടെ കൂടുതൽ നിലനിൽക്കാനാണെന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല എനിക്ക്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയുണ്ട്. ചിരട്ടകൾ എടുക്കുന്ന ജോലിയുണ്ട്, പുല്ല് പറിക്കാൻ പോകുന്നതുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലികളാണ്. അപ്പോൾ നമ്മുടെ ഈ റെഗുലർ ജോലി എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ ജോലിയാണ്. ആ ജോലി കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം ഈ കഞ്ഞിയൊക്കെ കഞ്ഞി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിയുടെ സമയം കഴിഞ്ഞാൽ ഗോതമ്പഞ്ഞി ആട്ടോ. ഗോതമ്പഞ്ഞി കഴിഞ്ഞ് അവനോട് പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കള ക്ലീൻ ചെയ്ത് അതെല്ലാവരും ചെയ്യും. ഓരോരുത്തർക്കും ഡ്യൂട്ടി ലിസ്റ്റ് ഉണ്ട് അത് ചെയ്യാനായിട്ട്. അതും കഴിഞ്ഞിട്ട് മിക്കവാറും പെൺകുട്ടികളാണ് ചെയ്തിരുന്നത്, ആൺപിള്ളേർക്കത് ചെയ്യേണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉല്ലാസത്തിൻ്റെ സമയം. ഉല്ലാസം എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ഒരു പരിപാടിയാണ്. അത് ഈ അനാഥശാലയുടെ ആ വലിയ ഹാളിൻ്റെ മുമ്പിലുള്ള മൊന്തളത്തിൽ എല്ലാവരും ഇങ്ങനെ വരിയായിട്ടിരിക്കും. അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭിത്തിയോട് ചാരിയിരിക്കുന്നവർക്ക് അത്രയും ദീർഘമായ ഒരു ഉല്ലാസത്തിന് ഒരു കംഫർട്ടൊക്കെ കിട്ടും, ചാരിയിരിക്കാമല്ലോ. അപ്പോൾ മിക്കവാറും നമുക്കൊന്നും കിട്ടാറില്ല. മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. പെൺകുട്ടികൾ 18 വയസ്സിൽ കൂടുതലുള്ളവർ ഒരു 10-25 പേരെങ്കിലും അന്നുണ്ടായിരുന്നു, എങ്ങും പോകാൻ സ്ഥലമില്ലാത്തവർ. അപ്പോൾ ഈ ഉല്ലാസത്തിൻ്റെ സമയം എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സെറിമോണിയലായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് ഈ എല്ലാ ശിക്ഷകളും കൊടുക്കുന്ന അന്നേരം ഈ ഉല്ലാസത്തിന് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസത്തിൽ ജോലിയിൽ കളിപ്പീര് കാണിച്ചവർ, വഴക്കുണ്ടാക്കിയവർ, തല്ലുകൂടിയവർ, അവർക്കെല്ലാം ഉള്ള ശിക്ഷ. അത് അമ്മിണി ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ഒരു 5-6 പേരുള്ള ആയന്മാരുണ്ട്. ആ 1.25 വർഷത്തിൽ അവരൊന്നും പണി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അടുക്കളയിൽ പണിയുന്നത് കണ്ടിട്ടില്ല, തീൻമുറിയിൽ എന്തെങ്കിലും തൂത്തിടുന്ന കണ്ടിട്ടില്ല, ഒരു പാത്രം എടുത്ത് വെക്കുന്ന കണ്ടിട്ടില്ല, അടിച്ചു വരുന്ന കണ്ടിട്ടില്ല, കുട്ടികളെ കരുതുന്ന കണ്ടിട്ടില്ല. ഇതെല്ലാം ചെയ്യുന്നത് ഈ പോകാനിടവില്ലാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെയാണ് ഈ പണികൾ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ആശുപത്രികളിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾ 10-25 എണ്ണം ഉണ്ടല്ലോ അവിടെ. അതുങ്ങൾ പിന്നെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുട്ടികൾ. അതുങ്ങളെ കുളിപ്പിക്കുന്നതും നോക്കുന്നതും എല്ലാം ഈ ചേച്ചിമാരാണ്. അപ്പോൾ ഈ അമ്മിണി ചേച്ചി എന്ന് പറയുന്നത് ശിക്ഷാവിധി നോർമൽ ശിക്ഷകളെല്ലാം കൊടുക്കുന്ന അമ്മിണി ചേച്ചിയും ആയമാരുമാണ്. അതെന്ത് ശിക്ഷ ഓരോ തെറ്റിനും ഉണ്ട് എന്നുള്ളത് അതാത് ദിവസങ്ങളിലെ ഉല്ലാസ സമയം, അതായത് അത്താഴം കഴിഞ്ഞേച്ച് വരുമ്പോഴുള്ള ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ ഉത്സാഹത്തിൽ ഈ എന്താ പറയുന്നത് ഈ ഉല്ലാസത്തിൽ ശിക്ഷ അങ്ങ് നടപ്പാക്കും. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈമുകൾ ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുന്നത് വിധി നടപ്പാക്കുന്നതും അമ്മച്ചിയായിരുന്നു. അപ്പോൾ ഈ അമ്മച്ചി ആദ്യത്തെ ട്രിപ്പ് അടി കഴിയുമ്പോഴാണ് വരുന്നത്. ഈ അടി വരുന്ന അമ്മച്ചിയുടെ വരവെന്ന് പറയുന്നത് ഈ റാസ കുർബാനയൊക്കെ പോലെയാണ്. ആദ്യം ഈ ഒരു ചേച്ചിമാർ 2 പേര് ആരെങ്കിലും ഒരാൾ അകത്ത് പോയി, ഈ പ്രായം 18 കഴിഞ്ഞ ചേച്ചിമാരിൽ അകത്ത് പോയി ഒരു കസേരയും എടുത്തുകൊണ്ട് വരും. അതിലിങ്ങനെ ഈ ഇരിക്കുന്നിടത്തും പിറകിലും പ്ലാസ്റ്റിക് കൊണ്ട് നെയ്ത് ഡിസൈനുള്ളൊരു കസേരയാണ്. ഈ പിടിയുള്ളയിടത്ത് ഇരുമ്പ, അതിങ്ങനെ റൗണ്ടിലിരിക്കും ഇതുപോലെ. അപ്പോൾ അവിടെ വന്ന് ഈ കസേര ഇട്ട് കഴിഞ്ഞിട്ട് അവരതൊന്ന് നോക്കും, സെറ്റാണെന്ന് കാണാം. അപ്പോൾ അമ്മച്ചിക്ക് എല്ലാവരെയും കാണാവുന്ന ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് അത് കൊണ്ടുപോയി ഇടുക. എന്നിട്ട് അമ്മച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ 2 പെൺകുട്ടികൾ 2 സൈഡിൽ നിന്ന്, ഈ പള്ളിയിലൊക്കെ കുർബാനയ്ക്ക് കയറുമ്പം അൾത്താരഭാരന്മാർ വരുന്നത് പോലെ ഭയങ്കര ഈ പണ്ട് കാലത്തെ ജാതിയിൽ കുറഞ്ഞവരൊക്കെ നിൽക്കുന്ന പോലെ അവർ ഭയങ്കര ഭക്തി ബഹുമാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന പതുക്കെ അമ്മച്ചിയുടെ തൊട്ട് പിറകിലാണ്, പ്രോട്ടോക്കോളാണല്ലോ. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ വിശാലമായിട്ട് നടന്നു വരുന്നു. അപ്പോഴും ഈ കുത്തുന്ന പൗച്ച് എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. ഈ നേരിതിട്ട് മടക്കി നന്നായിട്ട് പൗച്ച് കുത്തുന്ന എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ മാത്രമാണ് ഈ പൗച്ച് കുത്തി നേരിതുണ്ടാവുന്നത്. അല്ലാത്തപ്പം ചട്ടയും മുണ്ടും ഇട്ടാണ്. അപ്പോൾ അമ്മച്ചി വന്നു കഴിയുമ്പോഴേക്കും ഇങ്ങനെ അങ്ങ് ചാരിയിരിക്കും. എന്നിട്ട് ചേച്ചിമാർക്ക് പലർക്കുണ്ട് ജോലി. ചിലർ ഈ അമ്മച്ചിയുടെ തലമുടി അങ്ങ് അഴിച്ചിടും. ഒരാൾ ഈ മയക്കെട്ടി ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അതങ്ങ് അഴിച്ചിടും. അതിങ്ങനെ അടി വരെ നീണ്ട് ഒരു മുടി പോലും കറുത്തതില്ലാതെ മൊത്തം വെളുത്ത മുടിയായിരുന്നു. അപ്പോൾ വെളുത്ത ചട്ടയും മുണ്ടും വെളുത്ത മുടിയിട്ട് മൊത്തത്തിൽ നീണ്ടിങ്ങനെ കിടക്കും.
വളരെ അഭിമാനത്തോടു കൂടി അമ്മച്ചി ഇങ്ങനെ അങ്ങ് ഇരിക്കും. എന്നിട്ടോ പിന്നെ അമ്മച്ചിയുടെ മുടി കോലി ജീപ്പ് കൊണ്ട് ചീവി അതിൻ്റെ ജട കളയുന്ന പണിയാണ്. അത് ചേച്ചിമാരിൽ ഒരാളങ്ങ് ചെയ്യും. പിന്നെ അമ്മച്ചിയുടെ ഈ വെളുത്ത തലമുടിക്കിടയിലൂടെ തലയ്ക്കകത്തുള്ള പേൻ പിടിക്കുന്ന ജോലിയും ആ സമയത്താണ് നടക്കുന്നത്, രാത്രിയിലേ. അത് പകൽ ചെയ്താൽ എന്ത് എളുപ്പമുള്ളതാണ്, അവർ ചിന്തിച്ചിട്ടില്ല. ആ ചടങ്ങിൻ്റെ ഭാഗമായതുകൊണ്ടാവണം. വേറെ 2 ചേച്ചിമാർ ഇച്ചിരി പൗരുഷം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് അമ്മച്ചിക്ക് മിക്കവാറും ഈ കാല് മൊത്തം തിരുമ്മി കൊടുക്കും. അതിങ്ങനെ തിരുമുന്നത് അമ്മച്ചിക്ക് ഇഷ്ടമില്ല. അമ്മച്ചിന് ഇങ്ങനെ ഞെക്കി ഞെക്കി തിരുമുന്നതാണ് അമ്മച്ചിക്ക് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അതൊരു പ്രത്യേക രീതിയിൽ, അതിനൊരു സ്പീഡ്, അതിൻ്റെ ഒരു റിതം, അത് ചെയ്യുമ്പോൾ ഈ ചേച്ചി ഇരുന്ന് ആടുന്ന ഒരു രീതി. ഇങ്ങനെ ഞെക്കുമ്പോൾ ആ ചേച്ചി ഇങ്ങനെ ആടും, ഇങ്ങനെ ആടിക്കൊണ്ടാണ് ചെയ്യുന്നത്. അന്നേരം അമ്മച്ചിക്ക് നല്ല തടിച്ചൊരു മാലയുണ്ട്. അതിങ്ങനെ ഈ നേരിതൊക്കെ ഇട്ടാണെങ്കിൽ നല്ല സ്റ്റൈലാണ് അത് കാണാൻ. സ്വർണ്ണമാലയാണ്, താരമാലയാണ്. അതിങ്ങനെ തടിച്ചൊരു 10 പവൻ്റെ മാല. 10 പവനാന്ന് പിന്നീട് പറഞ്ഞറിഞ്ഞ്, അതിനൊരു അനക്ഡോട്ടുണ്ട്. അപ്പോൾ ഈ മാലയൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി അതിങ്ങനെ ഒന്ന് പിടിച്ചിടും അഭിമാനത്തോടു കൂടി. ഈ കണ്ണട എടുത്ത് വന്നവിടെ ഇരിക്കുന്നത് തന്നെ അവിടെ ഒരാളുടെ കയ്യിൽ കൊടുക്കും. ആ ആളത് ആദരവോടു കൂടി കൊണ്ടുപോയി അമ്മച്ചിയുടെ മുറിയിൽ, എന്നാൽ പിന്നെ അവിടെ ഊരി വെച്ച് വന്നാൽ പോരായിരുന്നു എന്ന് എനിക്കുള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കാറില്ല, അടി കിട്ടിയല്ലേ. അപ്പോൾ ഈ ഒരാളുടെ കൈ കൊടുക്കും. ഇരുന്ന് കഴിയുമ്പോൾ ഈ കണ്ണട ഊരി ഈ ചേച്ചിമാരോട് അവർ ഈ താലമൊക്കെ പിടിച്ചു പോകുന്ന ഒരു വലിയ ബഹുമാനത്തോടു കൂടി കണ്ണട കൊണ്ടുപോയി അമ്മച്ചിയുടെ മുറിയിൽ വെച്ചിട്ട് മടങ്ങി വരും. അപ്പോൾ ആളുകൾ നടക്കുമ്പോൾ ഒച്ച കേൾക്കരുത് എന്നുള്ള നിർബന്ധം അമ്മച്ചിക്കുണ്ടായിരുന്നു. ടക്ക് ടക്ക് എന്ന് ഒച്ച കേൾക്കരുത്. അപ്പോൾ അവർ വരുന്നത് പോലും ഇങ്ങനെ അമർത്തി പതുക്കെ ചവിട്ടിയായിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന അവർ ഈ അമ്മച്ചിയുടെ ഈ സിസ്റ്റത്തിൽ ഈ ചീവലും പേങ്കൊല്ലലും തിരുമ്മലും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മച്ചി ഒന്ന് ഞെളിഞ്ഞങ്ങിരിക്കും. അപ്പോൾ ഈ അമ്മണി ചേച്ചി വന്നിട്ട് വളരെ ബഹുമാന പുരസ്സരം അന്നത്തെ ശിക്ഷ അവതരിപ്പിക്കും. അത് പല പല കുറ്റകൃത്യങ്ങളുണ്ടാകും. അത് 1-2 പേർക്ക്. അന്നേരം ഈ അമ്മച്ചിയുടെ ചൂരലുമായിട്ട് ഈ ചേച്ചിമാരിൽ ഒരാൾ ഇങ്ങനെ പിടിച്ചാൽ വരുന്നത്. ഈ ചൂരലെന്നൊക്കെ പറയുമ്പോൾ എന്തോ അങ്കവടിയോ പോലെയായി വരുന്നത്. അപ്പോൾ അതുമായിട്ട് ഇങ്ങ് വന്ന് അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തിച്ച് അത് വെച്ച് അങ്ങോട്ട് പെരുക്കും നന്നായിട്ട്. അത് കരഞ്ഞാൽ കൂടുതൽ കിട്ടും. അതുകൊണ്ട് മിക്കവാറും കുട്ടികളാരും കരയാറില്ല, എന്നെ അടി കിട്ടിയാലും. ഈ കരഞ്ഞാൽ നമുക്ക് ഒത്തിരി അടിയാണ് കിട്ടുന്നത്. കരഞ്ഞില്ലെങ്കിൽ ഒരു 5-8 അടിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ കരയുമ്പോൾ നമ്മൾ കുതറുകയൊക്കെ ചെയ്യുവാണെങ്കിൽ തലയിലൊക്കെ അടി കിട്ടും. അപ്പോൾ അതിലും നല്ലത് ഈ കൈയും കാലും, കൈ എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നുമല്ല, ഇവിടം തൊട്ട് ഈ ഒരം തൊട്ട് താഴെ വരെയുള്ള കൈക്കും കാലിനും കിട്ടുന്നത് കുഴപ്പമില്ല. പുറത്തെ ചങ്കയിൽ തലയിലൊക്കെ അടി വീഴും നമ്മൾ കുതിറുകയോ ഒച്ച വെക്കും അലറിക്കരയോ ഒക്കെ ചെയ്യുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും, എനിക്ക് മുമ്പ് വന്ന് അലോഷിയൊന്നും അങ്ങനെ, അലോഷിക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അലോഷി കരഞ്ഞിട്ടില്ല, കുതിരത്തില്ല, ഒന്നുമില്ല. 3-4-5 അടി കിട്ടി കഴിയുമ്പോഴേക്കും അവിടെ നിൽക്കും. അലോഷിക്ക് കയ്യിലും കാലിലും ഒക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കണ്ണ് നല്ല മുഴുത്ത കണ്ണായിരുന്നു. ഇപ്പോൾ ചെറുതായി പോയതാണെന്ന് അറിയത്തില്ല. അത് ഇങ്ങനെ ഈ കഞ്ഞി കുടിക്കാനില്ലാതെ ഈ കണ്ണും തള്ളി ഇരുന്നതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ അമ്മച്ചിയുടെ അടി ഒക്കെ കിട്ടി നമ്മൾ ഈ അടി കിട്ടുന്നത് സ്വീകരിച്ച് എപ്പോഴും മുമ്പോട്ട് പോകുമ്പോഴും കിട്ടാതിരിക്കാനുള്ള എന്തെല്ലാം മാർഗ്ഗങ്ങൾ നോക്കും. പക്ഷേ ഇടയ്ക്ക് വീണ് പോകുന്നത് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് നമ്മൾ കാണിക്കും. അപ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരെണ്ണമെങ്കിലും കിട്ടും. അപ്പോൾ അതെല്ലാവർക്കും തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് ഈ അനാഥശാലയിൽ. അങ്ങനെ ഒരു ഉല്ലാസം ഇന്നും എന്നെ മറന്നു പോയിട്ടില്ല. അത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു ഉല്ലാസമായിരുന്നു. അത് ഈ ഉല്ലാസത്തിലേക്കൊക്കെ വരുന്ന ആ ഓർത്തിരിക്കുന്ന ഉല്ലാസത്തിന് മുമ്പ് അവിടുത്തെ വേറൊരു ചടങ്ങൂടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ അടുക്കള കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് പുറകിൽ ഇടതുവശത്താണ് ഒരു പാരപ്പറ്റ് അരികു കെട്ടിപ്പൊക്കിയ ഒരു കിണറുള്ളത്. അതുകൊണ്ട് ആരും അവിടെ ചാടി മരിച്ചിട്ടില്ല. ഇനി മരിച്ചത് ഞാൻ അറിയാത്തതാണോന്നറിയില്ല. അവിടെ നിന്നൊരു ചെറുവഴി ഇങ്ങോട്ട് പോയാൽ ഈ പറമ്പിൻ്റെ അവസാനം ഞാൻ പറഞ്ഞതുപോലെ ഈ ചെമ്പരത്തി വേലിയുണ്ട്. ഈ ചെമ്പരത്തി വേലിയുടെ അപ്പുറത്ത് ഒരു പുല്ലുമേഞ്ഞ ഒരു കുടിലുണ്ട്. ആ കുടിലിനോട് ചേർന്ന് ചെമ്പരത്തി വേലിക്ക് ഇപ്പുറത്തായി ആണ് ഞങ്ങളുടെ കക്കൂസ്. ആൺകുട്ടികളുടെ അവിടെ ഒരു കക്കൂസുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കാൻ ജോസേട്ടൻ ഞങ്ങൾ പിള്ളേരൊന്നും സമ്മതിക്കില്ല. പുള്ളിക്ക് മാത്രമേ ഇതിൽ പോകാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കോ ഇല്ലെങ്കിൽ 18 വയസ്സിൽ കൂടിയവർക്ക് മാത്രം. ഞങ്ങൾ വരുന്നത് ഇപ്പുറത്ത് ഈ 2 കക്കൂസുകളാണ്. 2 കക്കൂസുകൾ എന്ന് പറഞ്ഞാൽ ഈ തകര അടപ്പ് വാതിലുള്ള തകര കടകടാന്ന് ഒച്ച കേൾക്കുന്ന ഒരു വാതിൽ. അപ്പോൾ അതിൽ വലതുവശം അത് ഈ സുചേട്ടൻ്റെ വീട് പുറകിലുള്ള വീടിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അതിൻ്റെ പുറകിൽ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് അതിനൊരു കവർ ഒരിക്കലും ഉണ്ടായിരുന്നില്ല.
അത് തുറന്ന് കിടക്കുന്ന ഒരു സെപ്റ്റിക് ടാങ്കായിരുന്നു. അപ്പോൾ ഈ 120ഓളം പിള്ളേർക്ക് ബാത്റൂമിൽ പോകാനായിട്ട് രാവിലെ കാര്യങ്ങൾ നടത്താനായിട്ട് ഈ 2 കക്കൂസുകളാണുള്ളത്. അതിൽ വലതുവശത്തെ കക്കൂസ് പെൺകുട്ടികളുടേതാണ്. മുട്ടിയായിരിക്കുന്ന ഒരു ഭിത്തിയുടെ വ്യത്യാസം, 2നും ഡോർ ഇങ്ങനെ കയറുന്നു, ഇവിടെ ഭിത്തി. അപ്പോൾ ഈ പെൺകുട്ടികളുടെ കക്കൂസിന് അല്പം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാവിലെ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ മണം അടുക്കളയുടെ ഒരു 10 മീറ്റർ വരുമ്പോൾ തൊട്ട് മണമാണ്. കാരണം ഈ സെപ്റ്റിക് ടാങ്ക് അടച്ചിട്ടില്ല, തുറന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാത്റൂമിലേക്ക് വരുമ്പോഴേക്കും രാവിലെ ഏറ്റവും ഓടി വരുക, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാം റെഡിയാകണ്ടേ. വരുമ്പോഴേക്കും നമ്മളവിടെ ക്യൂ നിൽക്കുക. ഈ ക്യൂ നിന്നിട്ട് അകത്താരിലും ഉണ്ടായിരുന്നു. ആ ആളിറങ്ങുമ്പോൾ മിക്കവാറും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അല്ലെങ്കിൽ അവൻ ഒഴിച്ചത് മുഴുവൻ അതിന് സഫീഷ്യൻ്റ് അല്ല. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് മേടിച്ച് അടുക്കളയുടെ അടുത്ത് വന്ന് കിണറ്റിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരി വന്ന് ആദ്യം ഇത് ക്ലീൻ ചെയ്യും, വെള്ളം ഒഴിച്ച് അടിച്ചു വിടും, ഇരിക്കണ്ടേ. അപ്പോൾ ഈ കുന്തങ്കാലയിലിരിക്കുന്ന കക്കൂസാട്ടോ, യൂറോപ്യൻ ടോയ്ലറ്റ് അല്ല ഈ പറയുന്നത്. നിലത്ത് അത് പണിത കക്കൂസല്ലേ, ഒരു കുഴിയാണ്. അവിടെ പാദം സിമെൻറ്റ് കൊണ്ട് പണിത് വെച്ചിരിക്കുക, അതിൽ കാൽ വെച്ചിരിക്കണം. അവിടെ ചെരുപ്പൊന്നും ഇട്ടല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ അവിടെ കയറി നമ്മൾ ഇരിക്കണമെങ്കിൽ ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകണ്ടേ. ചെരുപ്പില്ലാത്തൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. പിന്നെ അത് റെഗുലർ ശീലമായതുകൊണ്ട് നമുക്ക് ഒരു മാസമൊക്കെ ആയപ്പോഴേക്കും ഓക്കെ ആണെന്നേ, അതൊക്കെ നോർമലാണ്. അപ്പോൾ ഇതിങ്ങനെ വൃത്തിയില്ലാത്തത് കൊണ്ടാകണം ഈ കാലിൻ്റെ വിരലുകൾക്കിടയിലൂടെയൊക്കെ വളം കടിച്ച് പൊട്ടും. ഈ മിക്കവാറും ഈ പിരിയത്തിലും ഈ പേനെന്ന് പറയുന്ന പല തരത്തിലുള്ളതുണ്ട്. നമ്മളെപ്പോഴും ഈ പേൻ കൊല്ലുക എന്നൊക്കെ പറയുന്നത് മൂട്ടയോ ഈ ഒക്കെ ചെറിയ നമ്മൾ കണ്ടിട്ടുള്ള പേനല്ല ഇത്. ഈ പിരിയത്തിന് ഇടവഴിയും കൺപീലിക്കകത്തുമൊക്കെ ഞങ്ങൾക്ക് പേനുണ്ടായിരുന്നു. അത് നമ്മളിവിടെ കണ്ടിട്ടുള്ള പേനല്ല അത് ഈ കന്നുകാലിയുടെ ദേഹത്തുള്ള വട്ടൻ്റെയൊക്കെ ചെറിയൊരു വെർഷനാണ്. സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് രാജേട്ടൻ ഇതിനകത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഇത് വള്ളിക്കൊട്ടയിലാക്കി ജോസേട്ടനോ ആരെങ്കിലും ചേട്ടന്മാർ പിടിച്ച് നമ്മുടെ തലയിലേക്ക് തരും. അതിനടിയിലൊന്നും വെച്ചിട്ടല്ല, വള്ളിക്കൊട്ടയ്ക്കകത്ത് തന്നുവിടും. അതൊരു അരപ്പാത്രം മുക്കാപ്പാത്രമൊക്കെ വെച്ച് നമ്മുടെ തലയിൽ തന്നുവിടും. അത് ചിലപ്പം മഴയുള്ള സമയമായിരിക്കും. അന്നേരം ഇതിങ്ങനെ ഒലിച്ചിറങ്ങും. ആ ഒലിച്ചിറങ്ങുമ്പം ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അത് നമ്മളിത് ചുമന്നുകൊണ്ട് പോകുമ്പോഴും എനിക്ക്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കിതിങ്ങനെ തീട്ടം നമ്മുടെ തലയിലൂടെ ദ്രവരൂപത്തിൽ മുഖത്തൂടെയൊക്കെ ഒലിച്ചിറങ്ങുമ്പോൾ എനിക്കന്നൊരു ശരിക്കും ഉണ്ടായിരുന്ന ഫീലിംഗ് വൈകുന്നേരം കിട്ടുന്ന ഭക്ഷണമായിരുന്നു.